നിങ്ങൾ ഉന്നയിച്ച സംഘടന അവര് നോമിനേഷൻ കൊടുത്തത് മരവിപ്പിച്ച വാർത്ത വന്നത് മഞ്ചേശ്വരത്താണ്. അത് സംബന്ധിച്ച് വിശദമാക്കപ്പെട്ടത് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അഭ്യർത്ഥിച്ചു എന്നാണ്. ലീഗ് നേതാക്കളുടെ അഭ്യർത്ഥന കേട്ട് സ്ഥാനാർത്ഥിത്വം മരവിപ്പിച്ച എന്ന് വെച്ചാൽ കൊടുത്ത നോമിനേഷൻ മരവിപ്പിച്ച ഒരു സംഘടന ഞങ്ങളുമായി എന്തിനാണ് ബന്ധപ്പെടുത്തി പറയുന്നത്? വണ്ടൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം പറയുകയാണ് ഈ സംഘടനയിൽ നിന്ന് വോട്ട് സ്വീകരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ പറയപ്പെട്ട സംഘടന ഇനി ഇങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചോദ്യം വീണ്ടും അവശേഷിക്കും. നോക്കുമ്പോൾ അങ്ങനെയും പറഞ്ഞിട്ടില്ല. മഞ്ചേശ്വരത്ത് കാണുന്നത് മറിച്ചാണ്. വണ്ടൂരിലെ സ്ഥാനാർത്ഥി പറയുന്നത് സ്വീകരിക്കും, അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. നിയമത്തെ കാര്യത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുള്ളത് എന്താണ്? അത് ഞാൻ നോക്കി. നിങ്ങൾ ഈ പറയുന്ന വാചകം അതിലില്ല. അദ്ദേഹം വിശാലാർത്ഥത്തിൽ പറയുന്നു BJPയെ പരാജയപ്പെടുത്താൻ എല്ലാവരും പിന്തുണക്കണം. പിന്നെ ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ വീട് കയറി വോട്ട് ചോദിക്കും, ഇല്ലേ? വോട്ട് ചോദിക്കും. അതിൽ എല്ലാ വീടുകളും ഒരുപക്ഷെ ഉണ്ടാവും. അങ്ങനെയൊന്നും നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാ വർഗീയ ശക്തികൾക്കും ഞങ്ങൾ എതിരാണ്. അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ BJPക്കെതിരായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. അവിടെ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്ക് വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തർക്കിക്കാൻ പറ്റില്ല. കാരണം ഒരു വിഭാഗം കോൺഗ്രസ് അവിടെ ഞങ്ങൾ വോട്ട് ചെയ്യും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിയമത്തെ കാര്യം BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അതും ഇതുമായി ബന്ധമേ ഇല്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ലേ അദ്ദേഹം? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെടുന്ന സംഘടന ഏത് മുന്നണിക്കാണ് വോട്ട് ചെയ്തത്? ഏത് മുന്നണിക്കാണ് വോട്ട് ചെയ്തത്? ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലേ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നത്? ആ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഈ പറയുന്ന പാർട്ടി ആരെയാണ് പിന്തുണച്ചത്? ആർക്കാണ് വോട്ട് കൊടുത്തത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പറയാഞ്ഞേ? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ നിലപാട് മാറിയോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്, നേരിട്ടറിവുള്ള കാര്യമാണ്. ഈ പറയുന്ന സംഘടനയാണ് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീട് വീടാന്തരം കയറി അവരുടെ പ്രത്യേകമായ നോട്ടീസ് വിതരണം ചെയ്തു. അതെല്ലാം വാങ്ങി ഉപയോഗിച്ചിട്ട്, ആ പിന്തുണ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ വലിയ വായിൽ ആദർശം പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഒപ്പം മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ മുന്നണിയിലെ അനൗദ്യോഗിക ഘടകകക്ഷിയായി എടുത്ത് മുഴുവൻ മണ്ഡലത്തിൽ പിന്തുണ ഉറപ്പാക്കിയിട്ടാണോ മതേതരത്വം പറയുന്നത്?